സമീപ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ഒരു യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സാക്ഷിയാവുകയാണ് ലോകം. ഒരുപാട് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ആണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരവും ഭീകരമായ വിധമുള്ള ആക്രമണം പരസ്പരം നടത്തുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനിൽ മാരകമായ നടത്തുന്ന ആക്രമണത്തിൽ മരണസംഖ്യ 600-ലെത്തിയിരിക്കുന്നു. ഇറാൻ്റെ പ്രത്യാക്രമണം GCCയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ച് തുടരുന്നു. ഇസ്രായേലിലും അവർ ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെയും ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ അമേരിക്കയുടെ 2-3 ഫ്ലൈറ്റുകൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് താഴെ വീണുപോയി, നമ്മൾ കണ്ടു കുവൈറ്റിൽ. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ എവിടെ നിന്നും നടക്കുന്നില്ല. ഒരു ചർച്ചയോ ഒരു മധ്യസ്ഥ ശ്രമമോ സമവായത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു ആലോചനയും ഒരു ശ്രമവും എവിടെ നടക്കുന്നില്ല എന്നിടത്താണ് അതിൻ്റെ ഒരു ഭയം കൂടുന്നത്. എല്ലാ അർത്ഥത്തിലും നാം എല്ലാവരെയും ബാധിക്കുന്ന ഒന്ന്. വേറെ എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഏതെല്ലാമോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നൽകിയതല്ല, നമ്മളെ ഇന്ത്യക്കാരെ മലയാളികളെല്ലാം ബാധിക്കുന്ന യുദ്ധമായിട്ട് വികസിക്കുന്നു. നമ്മുടെ റീജിയൻ, നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന റീജിയനെ, സമാധാനത്തെ, സാമ്പത്തിക താല്പര്യത്തെ, എക്കണോമിയെ എല്ലാം ബാധിക്കുന്ന യുദ്ധമായിട്ട് വലുതാവുകയാണ്. അത് എങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി വരുന്ന മണിക്കൂറുകളിൽ കാണണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു തുടർസാധ്യത, അതിനെക്കുറിച്ച് സംസാരിക്കണം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി അവരെ സംബന്ധിച്ച് മാക്സിമം പ്രകോപനമാണ് അമേരിക്കയും ഇസ്രായേലും കൊടുത്തത്. സോ മാക്സിമം പ്രകോപനത്തിന് മാക്സിമം പേ ചെയ്യേണ്ടി വരുമല്ലോ. അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്. സോ ഖാംനയി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഇറാൻ്റെ ഒരു പ്രതികരണം, പ്രതികാരം, ഇറാൻ്റെ ഒരു സർവൈവൽ തുടങ്ങിയിട്ടുള്ളവ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദാവൂദ് സാഹിബ്, എന്താണ് തോന്നുന്നത്? ഇറാൻ്റെ ഈ മുമ്പിലുള്ള ഒരു വഴിയും അവരിപ്പോൾ എടുക്കുന്ന സ്ട്രാറ്റജിയെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? നോക്കൂ, ഇറാൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ 1979 രൂപീകരിക്കപ്പെട്ട ഇറാൻ. ആ ഇറാനാണ് ഇന്ന് യുദ്ധമുഖത്തുള്ളത്. അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1979 ഈ ഇറാൻ വിപ്ലവം നടക്കുന്നു, അല്ലെ കസറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിപ്ലവം നടക്കുന്നു. 1980 ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. 1980 മുതൽ 89 വരെയുള്ള ദീർഘമായൊരു കാലയളവ്, അതേക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിലെ ദ ലോങ്ങസ്റ്റ് കൺവെൻഷണൽ വാർ എന്ന് പറയാവുന്ന ഒരു യുദ്ധമാണത്. അത്രയും ദീർഘകാലം നീണ്ടുനിന്ന ഒരു കൺവെൻഷണൽ വാർ 20-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 79 വിപ്ലവം നടക്കുന്നു. വിപ്ലവം നടന്ന് അതിൻ്റെ ഒരു മാച്യൂരിറ്റി ലെവൽ, ഒരു ഇൻഫൻറ്റൈൽ പീരീഡ് പോലും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് ഇറാൻ വലിയൊരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. സദാം ഹുസൈനാണ് പ്രത്യക്ഷത്തിൽ ആ യുദ്ധത്തിന് അവരുടെ എതിർപക്ഷത്തുള്ളത്. ഇറാഖാണുള്ളത്. യഥാർത്ഥത്തിൽ സദാം ഹുസൈൻ്റെ യുദ്ധമായിരുന്നില്ല, അമേരിക്കയ്ക്കും ബ്രിട്ടനും വേണ്ടിയിട്ട് സദാം ഹുസൈൻ നടത്തിയ യുദ്ധമായിരുന്നു. കാരണം നമുക്കറിയാം 79 വിപ്ലവത്തിന് ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്നു 79 വരെ. അവിടുത്തെ ഓയിൽ പ്രൊഡക്ഷൻ്റെ കുത്തക മുഴുവൻ ബ്രിട്ടീഷ് ഓയിൽ കമ്പനികൾക്കായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. മൊസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേ ഗ്രൗണ്ടായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് വലിയ ഇറാൻ ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയും ബ്രിട്ടനും കഴിഞ്ഞാൽ ഇസ്രായേലിന് ഏറ്റവും നല്ല ബന്ധമുള്ള രാജ്യമായിരുന്നു ഇറാൻ. പക്ഷേ വിപ്ലവത്തിന് ശേഷം ഖുമൈനി പ്രഖ്യാപിക്കുന്നതാണ് അമേരിക്ക ഷെയ്ത്താനുൽ അക്ബർ, ഏറ്റവും വലിയ പിശാചായിട്ട് പ്രഖ്യാപിക്കുന്നു, ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. അങ്ങനെ പുതിയൊരു ഇറാൻ രൂപപ്പെടുകയാണ്. പക്ഷേ ആ രൂപപ്പെടുന്ന ഇറാനെ നമ്മൾ പറയുക സ്റ്റിഫിൾ ചെയ്യുക, നുള്ളിക്കളയുക എന്ന് പറയുന്നില്ല, മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ യുദ്ധം വരുന്നത്, ഇറാഖ് യുദ്ധം വരുന്നത്. അത് ഭീകരമായൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, 80 യുദ്ധം ആരംഭിക്കുകയാണ്. 1980 യുദ്ധം ആരംഭിക്കുന്നു. 81 അന്ന് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം മുഹമ്മദ് അലി അബുൽ ഹസൻ ബനി സദർ ഈ പറയുന്ന ഖുമൈനിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന ആളായിരുന്നു. ഈ ക്ലറിക്കൽ ലീഡർഷിപ്പായിട്ട് വലിയ ചേർച്ച ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നു, അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നു, പാരീസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മറ്റാണ് അദ്ദേഹം മരിക്കുന്നത്, അടുത്ത കാലത്താണ് മരിക്കുന്നത്, അധികം ആയിട്ടില്ല. ബനി സദറിന് ശേഷം അഹമ്മദ് അലി റജായിയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. പക്ഷേ റജായി എനിക്ക് തോന്നുന്നത് ഫ്യൂ മന്ത്സ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഫ്യൂ ഡേയ്സ് മാത്രമേ ആ കസേരയിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതാണ്. രാജ്യം വലിയൊരു യുദ്ധം അഭിമുഖീകരിക്കുന്ന മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, ആ രാജ്യം എന്ന് പറയുന്നത് ഇൻഫൻറ്റൈൽ പീരീഡിലാണ്. വലിയൊരു യുദ്ധം അഭിമുഖീകരിക്കുന്നു, പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു. പ്രസിഡന്റ് മാത്രമല്ല, അന്ന് പ്രധാനമന്ത്രി കൂടെ ഉണ്ടായിരുന്നു ഇറാൻ. ഇന്ന് ആ പോസ്റ്റില്ല. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒരേ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയാണ്.
അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ചീഫ് ജസ്റ്റിസ് കൊല്ലപ്പെടുന്നത്. ചീഫ് ജസ്റ്റിസും 70 വളരെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും അതർ ഗവൺമെൻറ് ഓഫീസേഴ്സും കൊല്ലപ്പെടുന്നു. ഒരു 2 മാസത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് കൊല്ലപ്പെടുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നു, പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നു, പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു. 81-ലാണ് അത് സംഭവിക്കുന്നത്. അതേസമയം തന്നെ ഇറാഖുമായിട്ടുള്ള യുദ്ധവും തുടരുന്നുണ്ട്, അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ 81-ൽ ഈ കക്ഷി അമാലി റജായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അലി ഖാംനെയ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ സമയം ശ്രദ്ധിക്കണം. അദ്ദേഹം 95% വോട്ട് നേടിയാണ് വിജയിക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അനുഭവം ഇറാൻ്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന കൊലപാതകം നടത്തുന്ന ആരാണ്? അത് ഈ പറഞ്ഞ സദാം ഹുസൈനെ പുറത്തുള്ള ശക്തിയുള്ള ഈ മുജാഹിദീനെ ഖൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന ഉണ്ടായിരുന്നു അവിടെ. മൂസ റജാവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം റജാവിയും നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദീനെ ഖൽക്ക്. അവരാണ് ഈ സ്ഫോടനങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത്, കൊലപാതകം നടക്കുന്നത്. അവർക്ക് അവരുടെ കാരണങ്ങളുണ്ട്. അത് വേറൊരു വലിയ കഥയാണ് ഈ റജാവിയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുജാഹിദിനെ ഖൽക്ക് അകത്തു നിന്നുള്ള ആക്രമണം നടക്കുന്നു, പുറത്തുനിന്ന് സദാം ഹുസൈൻ ആക്രമണം നടക്കുന്നു. വിപ്ലവമാണെങ്കിൽ അതിൻ്റെ ഈ ശൈശവദശ പിൻവറ്റിട്ടില്ല. ആ സമയത്ത് രാജ്യത്തിന് ഖുമൈനി സുപ്രീം ലീഡറായിട്ട് നിൽക്കുന്നു, ഖാംനെയ് പ്രസിഡൻ്റായി നിൽക്കുന്നു. അങ്ങനെ ഖാംനെയ് 1989 വരെ എന്ന് പറഞ്ഞാൽ ഖുമൈനി മരിക്കുന്നത് വരെ എന്തായി നിൽക്കുകയാണ്? പ്രസിഡൻ്റായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സംഭവ ബഹുലമായ ഒരു കാലം, ഏറ്റവും സങ്കീർണമായ, ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലത്ത് ഇറാന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല, ഇറാനിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റേറ്റ് ഓർഗനൈസേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്താണ്. IRGCയുടെ ഫോർമേഷൻ, IRGC എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടായി വരുന്ന ആ കാലത്താണ്, ഇറാൻ യുദ്ധകാലത്താണ്. IRGC എന്ന് പറയുമ്പോൾ സാധാരണ ഒരു രാജ്യത്തിൻ്റെ നമ്മൾ പറയാം ഡിഫൻസ് മിനിസ്ട്രിയാണ് അതിൻ്റെ ഫോഴ്സിൽ നിയന്ത്രിക്കുക. പക്ഷേ IRGC എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇറാനിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ഡിഫൻസ് മിനിസ്ട്രി കീഴിൽ പോലും അല്ലാതെ സുപ്രീം ലീഡറുടെ നേരിട്ടുള്ള കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ്ട്രീം എലീറ്റ് ഫോഴ്സാണ് IRGC എന്ന്. അപ്പോൾ IRGCയുടെ രൂപീകരണം നടക്കുന്നത് ഈ കാലത്താണ്. അങ്ങനെ ദ കോൺസെപ്റ്റ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാൻ്റെ ഒരു കോൺസെപ്ച്വലൈസേഷൻ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കാലത്ത് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ആര്? അലി ഖാംനെയ് എന്ന് പറയുന്നത്. അലി ഖാംനെയ് എന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും, ആ രാജ്യത്തിൻ്റെ നട്ടും ബോൾട്ടും മുറുക്കിയ ഒരു മനുഷ്യനാണ്. ആ രാജ്യത്തിൻ്റെ മുഴുവൻ നട്ടും ബോൾട്ടും അറിയാവുന്ന ഒരാളാണ്. എവിടെയാണ് നട്ട് ലൂസാകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം 81 മുതൽ 89 വരെ പ്രസിഡൻ്റാണ്. അതിനുശേഷം 89 മുതൽ നോക്കൂ ഈ 2026 വരെ ദീർഘമായ 36 വർഷക്കാലം സുപ്രീം ലീഡറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇറാൻ്റെ ക്രക്സാണ് ഒരു മനുഷ്യൻ. അത്രയും ഇറാൻ്റെ മജ്ജയായി നിന്നൊരു മനുഷ്യനുണ്ടാവില്ല. അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഹപ്രവർത്തകർ, സീനിയറായിട്ടുള്ള പട്ടാള മേധാവികൾ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ്, മിലിറ്ററി അഡ്വൈസേഴ്സും, ഇതിൻ്റെ IRGCയുടെ ചീഫ് കമാൻഡർ, ഇവരെല്ലാവരും കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് ഈ സെനാരിയോ നമ്മൾ കാണേണ്ടത് 81 കമ്പയർ ചെയ്യേണ്ടത്. അതിന് സമാനമായൊരവസ്ഥയാണ്. അപ്പോൾ 81-ൽ ഇപ്പോൾ സദാം ഹുസൈൻ 80-ൽ യുദ്ധം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. കാരണം അങ്ങനെ ലോജിക്കലി ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ വിചാരിക്കാം. കാരണം ആ രാജ്യം വിപ്ലവം പൂർത്തീകരിക്കുന്നു, പുതിയ ഭരണകൂടം വരുന്നു, ഭരണകൂടത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള ഇൻറ്റേർണൽ ഡിവിഷൻസ്, ആ ഇൻറ്റേർണൽ ഡിവിഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ബനി സദർ ഇംപീച്ച് ചെയ്യപ്പെടുന്നതും പോകുന്നതും. അവിടുത്തെ ഈ ലിബറൽ ക്യാമ്പും ക്ലറിക്കൽ ക്യാമ്പും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ലെഫ്റ്റ് ക്യാമ്പും ഈ ഖുമൈനിയുടെ ക്യാമ്പും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് പുറത്തു നിന്നുള്ളൊരു വലിയൊരു ആക്രമണം വരുമ്പം പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല. അതിനെ അതിജീവിച്ച് വന്നു ഇറാൻ. ദ സെയിം കോണ്ടെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 80-81 കാലഘട്ടത്തിൽ ഇറാൻ കടന്നുപോയ അതെന്താണോ സെയിം കോണ്ടെക്സ്റ്റാണ് അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ ലീഡർഷിപ്പ് ഡിക്കാപ്പിറ്റേറ്റാണ്, ശിരച്ഛേദം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം ലീഡറും IRGC ഹെഡും എന്ന് പറഞ്ഞാൽ അവരാണ് ആ രാജ്യത്തിൻ്റെ എല്ലാം. പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ നടത്തിപ്പുകാരൻ മാത്രമാണ്. എലക്റ്റഡ് പാർലമെൻറ്റ്, എലക്റ്റഡ് പ്രസിഡൻ്റൊക്കെ ഇറാനുണ്ട്. പക്ഷേ ഇറാൻ്റെ യഥാർത്ഥ കമാൻഡ് എന്ന് പറയുന്നത് സുപ്രീം ലീഡർ, അതേപോലെ 88 അംഗ അതിന് പറയുക മജ്ലിസെ നുഖബാൻ എന്ന് പറയുന്ന ഗാർഡിയൻ കൗൺസിൽ ഉണ്ട്. പിന്നെ എഗൻ ഫിൽറ്റേർഡ് ആയിട്ടുള്ള അസംബ്ലി ഓഫ് ദ
എക്സ്പേർട്സ്, മജ്ലിസ് ഖുബർഗാൻ റഹ്ബർ എന്ന് പറഞ്ഞിട്ട് അസംബ്ലി ഓഫ് ദ എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള 12 മെമ്പർ കമ്മിറ്റി. അവരാണ് ആക്ച്വലി ഇതിലേക്കുള്ള ഈ സുപ്രീം ലീഡറെ എലക്ട് ചെയ്യുന്ന ബോഡിയാണ് അവർ. ഇപ്പോൾ ഭരണഘടന പ്രകാരം സുപ്രീം ലീഡർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ 3 അംഗ സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രസിഡൻറ്റ്, ചീഫ് ജസ്റ്റിസ്, അതേപോലെ ഈ മജ്ലിസ് എന്താണ് ഈ പറഞ്ഞ ഗാർഡിയൻ കൗൺസിലിലെ ഒരു ക്ലറിക് കൂടി ചേർന്നില്ല. അതിപ്പോൾ എന്താണ് അലി റസ ജാഫരിയോ എന്താ അദ്ദേഹത്തിന് പുതിയ ആൾ അതിന് ചുമതലയേറ്റു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇറാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിലുള്ള മൊണാർക്കി പോലെ ഒരു രാജകുടുംബം രാജാവിന് വയസ്സാകുമ്പോൾ മരിക്കുമ്പോൾ അടുത്ത ആൾ വരും, അല്ലെങ്കിൽ മകനെ നിശ്ചയിക്കും, ഇങ്ങനെയല്ല. വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉള്ളതാണ്. അവിടെ പാർലമെൻ്റ് ഉണ്ട്, എലക്റ്റഡ് പാർലമെൻറ്റാണ്, പ്രസിഡൻ്റ് ഉണ്ട്, പോപ്പുലർ വോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻ്റാണ്, അവർക്ക് ടെന്യൂർ ഉണ്ട്, 4 വർഷത്തെ ടെന്യൂറാണ്. ഇതേപോലെ സുപ്രീം ലീഡർ എന്ന് പറയുമ്പോൾ എഗൻ അത് എന്താണ്, അത് അവരോധിക്കപ്പെടുന്ന ഒരാളല്ല. സുപ്രീം ലീഡർ എന്ന് പറയുന്നത് എലക്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന അസംബ്ലി ഓഫ് ദ എക്സ്പേർട്സ് ആണ്. ഈ അസംബ്ലി ഓഫ് ദ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അതിനെ നിശ്ചയിക്കുന്ന ആരാണ്? ഗാർഡിയൻ കൗൺസിലാണ്. ഗാർഡിയൻ കൗൺസിൽ ആളുകളും പിന്നെ അവർക്കും പോപ്പുലർ വോട്ടുണ്ട്, ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം ഇതെല്ലാം സിസ്റ്റമാണ്, വെൽ ഡിഫൈൻഡ് സിസ്റ്റമാണ്. ഒരാൾ സുപ്രീം ലീഡർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ലൈഫ് ലോങ് ആണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റുവാൻ ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിന് അധികാരമുണ്ട്. അപ്പം ഇങ്ങനെ വ്യവസ്ഥയുള്ള സിസ്റ്റമുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു, IRGCയുടെ ചീഫ് കൊല്ലപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഏതോ നിലയ്ക്കുള്ളൊരു പവർ വാക്വം അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാ നിലക്കുമുള്ളൊരു റെഡിനെസ് ഇറാൻ നടത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ വർഷത്തെ 12 ഡേ വാർ നമ്മളെടുക്കുക, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു, അതിനൊരു തിരിച്ചടി എടുക്കാൻ 3-4 ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിച്ചില്ല. വിതിൻ മിനിറ്റ്സ് 6 രാജ്യങ്ങളാണ് ഒരേ സമയം ഇറാൻ ആക്രമിക്കുന്നത്. ലോകത്ത് അപൂർവമായിട്ടുള്ളൊരു സംഭവമാണത്. ഒരു രാജ്യം ഒരേ ദിവസം ഒരേപോലെ 6 രാജ്യങ്ങൾ ആക്രമിക്കുക. ഈ 6 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലും ഇസ്രായേൽ മാത്രമാണ് ഇവർക്ക് ഹോസ്റ്റൈലായിട്ടുള്ളത്. ബാക്കി രാജ്യങ്ങളൊക്കെ എന്താണ്? ഫ്രണ്ട്ലി നാഷൻസ് അല്ലെങ്കിൽ ബ്രദർലി നാഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ മിലിറ്ററി റെഡിനെസ് എന്ന് പറയുന്നത് പക്കയായിരുന്നു. അവർ എക്സ്പെക്റ്റഡ് ആയിരുന്നു സംതിങ് ഗ്രേറ്റ് വിൽ ഗോയിങ് ടു ഹാപ്പൻ. അതേപോലെ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രക്ചറൽ റെഡിനെസ് അവർ നടത്തിയിട്ടുണ്ടെന്നാണ്. കാരണം നമ്മുടെ ലീഡർഷിപ്പ് ഇസ് ഗോയിങ് ടു ബി എലിമിനേറ്റഡ് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മൾട്ടി ടയർ പ്ലാൻ B, C ഒക്കെ അവർ കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ ഒരു പവർ വാക്വം അവിടെ ഉണ്ടായതായിട്ട് എവിടെയും ഫീൽ ചെയ്യപ്പെടുന്നില്ല. ഇറാൻ എന്നുള്ളത് ആസ് എ സിസ്റ്റം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ 80 മുതൽ 89 വരെയുള്ള ആ പീരിയഡ്, ആ വലിയ ഇളക്കത്തിൻ്റെ ആ കാലം, അതിനെ കടന്നു വന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം, ആ അനുഭവ പരിചയമുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കാൻ അവർക്കതിൻ്റെ പരിചയമുണ്ട്. അവരത് ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന റെജീം ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ പരമാവധിയിൽ പോയാൽ നടക്കാവുന്ന ഈ ടയർ 2 ലീഡർഷിപ്പ്, ടയർ 3 ലീഡർഷിപ്പ്, വരാനിരിക്കുന്ന മുഴുവൻ ലീഡർഷിപ്പിനെ എല്ലാറ്റിനെയും ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുന്നു, എല്ലാറ്റിനെയും എലിമിനേറ്റ് ചെയ്യുന്നു, സർവരെയും കൊന്നുകളയെന്ന് വിചാരിക്കുക. സർവരെയും ആ ഇറാനിയൻ എലീറ്റ്സ് ആയിട്ടുള്ള അതിൽ ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വിദൂര സ്ഥാനത്തിരിക്കുന്നവരെ പോലും മുഴുവൻ ആളുകളെയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന റിസ ഷാ പഹ്ലവിയെ എയർ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. ടെഹ്റാനിൽ എയർ ഡ്രോപ്പ് ചെയ്ത് അയാൾ ആ കസേരയിൽ കൊണ്ടുവരുത്തുന്നു. അതെങ്ങനെ സാധിക്കും? പ്രായോഗികമായി അയാൾ എങ്ങനെ ഇറാനെ ഭരിക്കുമെന്നൊരു വളരെ വലിയൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. ഇനി ഇതൊക്കെ ട്രംപാണ്, ബുദ്ധിശൂന്യനാണ്, എന്തും ചെയ്യും, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് വിചാരിക്കുക. അത് എന്ത് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ഇറാനെ സൃഷ്ടിക്കുകയായിരിക്കും. ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ അൺസ്റ്റേബിൾ ഇറാൻ വിൽ ബി മോർ ഡേഞ്ചറസ് ദാൻ ന്യൂക്ലിയർ ഇറാൻ എന്നുള്ളതാണ്. അത് മേഖലയിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇറാൻ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റഡ് ഗോൾസ് എന്ന് പറയുന്നത് അത് അച്ചീവബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അല്ല ജിംസ്, ഇപ്പം ഈ
അമേരിക്ക ഒരു 4 ആഴ്ച നീളുന്ന ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും ഇറാനെ ഒരു ഇറാഖിനെയോ അഫ്ഗാനിസ്ഥാനെയോ പോലെ ശിഥിലമാക്കി മടങ്ങുക എന്ന പ്ലാനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു അതിജീവനം എന്ന് പറഞ്ഞാൽ ആ സംഗതി ഇല്ലാതാവുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവസാന യുദ്ധത്തിലാണ് അവരുള്ളത്. നിങ്ങൾ ഇറാനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഈ 79 വിപ്ലവത്തിന് ശേഷം ഇറാൻ കടന്നു പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ദാവൂദ് വിശദമായിട്ട് പറഞ്ഞു. ഈ പരീക്ഷണങ്ങളോടൊപ്പം തന്നെ ഇതിൽ കുറേ അധികം ഗ്യാപ്പുകളുണ്ട് ഈ സിസ്റ്റത്തിന്. ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ക്ലർജിയുടെ അപ്രമാദിത്വം. അത് ഇറാനിൽ തന്നെ ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അന്ന് മുതലേ ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ഇറാൻ എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് അതൊരു ശക്തിയാണ്. ആ ശക്തി എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്റം അത്ര നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒന്ന്. 2, ഇതിലെ എല്ലാ പൊസിഷനിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 4 പേരെങ്കിലും അതിന് റിപ്ലേസ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പരമോന്നത നേതാവായാലും IRGCയുടെ നേതാവായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിലും അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവരെയൊക്കെ കൊന്നു കളഞ്ഞാലും ഒരു 4 പേര് അതിൻ്റെ ലൈനിൽ റീപ്ലേസ് ചെയ്യാനുണ്ടാവും എന്നുള്ളത് ഒരു കാര്യം. ഇനി ഞാൻ കാണുന്ന അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരു ഇറാൻ പ്രസിഡന്റിനെ വധിക്കുക അല്ലെങ്കിൽ പരമോന്നത നേതാവിനെ വധിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ ഈസിയാണ് മുമ്പേ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം ഇന്ന് തുടങ്ങിയതല്ലല്ലോ, 79 തർക്കങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഫിയേഴ്സായിട്ടുള്ള വാക്പോരൊക്കെ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അഹമ്മദിനജാദിൻ്റെ സമയമാണ്. അന്ന് അവിടെ ഭരിക്കുന്നത് ജോർജ് ബുഷാണ്. ജോർജ് ബുഷ് ആകട്ടെ ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച സമയമാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒരേ സമയം ഇൻവേഷൻ നടക്കുന്ന സമയം. വേണമെങ്കിൽ ഇറാനെ കൂടി ആക്രമിക്കാം ജോർജ് ബുഷിന്, ഒരു പ്രശ്നമില്ല. കാരണം അതിനനുസൃതമായൊരു ജനസമിതി അമേരിക്കയിൽ ബുഷിനുണ്ട്. ബുഷ് അതിന് തയ്യാറായിട്ടില്ല. ഇറാനെ ആക്രമിക്കുക എന്നുള്ളതൊരു സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഇപ്പോൾ ഇറാഖിൽ സദ്ദാമിനെ തല്ലിക്കൊന്ന് പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്ന പോലെ, ലിബിയയിൽ ഗദ്ദാഫിയെ കൊന്ന് ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന പോലെ ഇറാനിൽ അത് സാധ്യമല്ല. കാരണം സദ്ദാം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ തോതിലുള്ള കയോസ് ഉണ്ടാവും. ലിബിയയിൽ ഗദ്ദാഫി ഇല്ലാതായാൽ അവിടെ ഒന്നുമില്ല. അതുപോലെയല്ല ഇറാനിലൊരു സിസ്റ്റം ഉണ്ട് എന്ന് അമേരിക്ക നന്നായി അറിയാം. പക്ഷേ അത് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അറിയാമായിരുന്നിട്ട് കൂടി എന്തിനിപ്പോൾ ഇത് ചെയ്തു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ബുഷ് ചെയ്തിട്ടില്ല, ഒബാമ ചെയ്തിട്ടില്ല, ജോ ബൈഡൻ ചെയ്തിട്ടില്ല. ഇനി അമേരിക്കയ്ക്ക് ഇൻ്റലിജൻസ് സംവിധാനമില്ലേ? അന്നേ ഇല്ലേ? എവിടെയാണ് ഖാംനെയി ഇരിക്കുന്നത്? അല്ലെങ്കിൽ നജാദ് എവിടെയായിരുന്നു? റഫ്സൻജാനി എവിടെയായിരുന്നു? അല്ലെങ്കിൽ മുഹമ്മദ് ഖാത്തിമി എവിടെയാണ്? ഇതിവർക്ക് അറിയാഞ്ഞിട്ടല്ല. മൊസാദിനെ സംബന്ധിച്ചും CIA സംബന്ധിച്ചും ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഫെർട്ടൈൽ ലാൻഡാണ്. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ അഹമ്മദിനജാദ് മരിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്ഥാനം വൈറലാണ്. അതായത് 100 പേരോളം കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഇറാനിലുണ്ടായിരുന്നു. അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ അറിയില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാൻ അത് മൊസാദാണോ ചെയ്തത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയെ നയിച്ചത് ഒരു മൊസാദ് ഏജൻ്റായിരുന്നു എന്ന് അഹമ്മദിനജാദ് പറയുന്നുണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ഇത്തരം ഈ സ്പൈ വർക്കിനെ തടയാൻ അവർ കഴിയുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല. 81 പ്രസിഡന്റിനെ കൊന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു സൂട്ട് കേസ് ബോംബ് പൊട്ടിത്തെറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. അത് ആ ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രശ്നമല്ല. കാരണം അതിനു മുമ്പ് ഈ 2 രാജ്യങ്ങളുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന, ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. വളരെ പൊടുന്നതിനെ അവിടുത്തെ ഭരണം മാറുന്നു. നാളെ മുതൽ ഇവിടെ നിന്നൊന്നും ചോരില്ല എന്ന് പറയാൻ കഴിയില്ല. അത് അവർ ഏത് സമയവും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ഏത് നിർണായക പോസ്റ്റിലിരിക്കുന്ന മനുഷ്യനും മരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അത് എപ്പോഴും സംഭവിക്കാം. എന്നിട്ടും അമേരിക്ക അത് ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ചെയ്താൽ അതുകൊണ്ട് മാത്രം അവിടെ കാര്യമില്ല. അത് അതിലും കൂടുതൽ വലിയ കയോസിലേക്ക് പോവുകയും അത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെ തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പക്ഷേ സ്റ്റുപ്പിഡിറ്റി ഹാസ് നോ ലിമിറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ ട്രംപ് അത് ചെയ്യുകയാണ്. ട്രംപ് അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്ര വലിയ പ്രശ്നം അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ട് അത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ യുദ്ധമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുദ്ധത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ യുദ്ധത്തിന് മുമ്പ് അതിനു മുമ്പ് നടക്കുന്ന ഈ മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് ഭയക്കുന്നൊരു യുദ്ധം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അത് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചുള്ള ഡിപ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ. അവിടെ ഹിലരി ക്ലിൻ്റൺ പോയിട്ട് മൊഴി കൊടുക്കുന്നു അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിക്ക്. നിരവധി ആളുകൾ വന്നിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രശ്നം, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് വളരെ തന്ത്രപരമായി റിഡാക്ട് ചെയ്യപ്പെട്ട ഒരു സാധനം, അത് എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൊഴി FBI കൊടുത്തൊരു മൊഴിയാണ്. ആ മൊഴിയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും
ഒരേപോലെ ആരോപിക്കുന്നു. ആ ഭാഗം FBI ആ മൊഴിയുടെ പകർപ്പിൻ്റെ ഭാഗം മാത്രം മാറ്റിയിരിക്കുന്നു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം കോടതിയിലാണ്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായി ഈ ആളുകളെയൊക്കെ വിളിച്ച് മൊഴിയെടുക്കുകയും ആ മൊഴികൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യപ്പെടേണ്ടി വരും കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും എന്താണ് പറയുക, വളരെ നിർണായകമായ, പ്രത്യേകിച്ച് മിഡ് ടൈം ഇലക്ഷൻ കൂടി വരുന്നു, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ട്രംപ് ഈ പറയുന്ന സ്റ്റുപ്പിഡിറ്റി ചെയ്യുന്നത്. ഇത് സ്റ്റുപ്പിഡിറ്റിയാണ്. അതിൻ്റെ കാരണം ഒരിക്കലും ഒരു റെജീം ചേഞ്ചിന് സായുധമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതവിടെ കഴിയില്ല. ഇസ്രായേൽ അത് ചെയ്യുന്നതിന് മറ്റ് ഒരുപാട് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഒട്ടും ലോജിക്കൽ അല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയൊരു ആയത്തുള്ള വരും, ആയത്തുള്ളയും കൊല്ലും, അടുത്ത ആൾ വരും, അടുത്ത ആളും കൊല്ലും, അങ്ങനെ കൊന്നു അവിടെ ആളുകളുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ? ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല IRGCയുടെ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എലീറ്റ് സൈന്യം നേരെ റിപ്പോർട്ട് ചെയ്യുന്ന സുപ്രീം ലീഡർക്കാണ്. അതിൽ പാർലമെൻറ്റിനോ പ്രസിഡന്റിനോ പോലും നിയന്ത്രണമില്ല. എന്ന് മാത്രവുമല്ല, അതിനൊരു തരത്തിലുള്ള ഒരു ഓട്ടോണമസ് സ്വഭാവം കൂടിയുണ്ട്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അവർ സൈനിക വിഭാഗം മാത്രമല്ല, അവിടുത്തെ എക്കണോമിയെ കൂടി സ്വാധീനിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ കോൺട്രാക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലാകട്ടെ, മറ്റേ എനർജി സെക്ടറിലാവട്ടെ IRGC ആണ് ആ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എക്കണോമിയെ കൂടി നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണത്. എന്നു മാത്രവുമല്ല, ഇനി അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയോ മറ്റേത് മേഖലയോ ആവട്ടെ, അവർക്ക് അവരുടേതായ ഒരു തരം സ്വയം തീരുമാനം എടുക്കണം. ഇന്ന് അബ്ബാസ് അറാക്ചി പറയുന്നുണ്ടല്ലോ, അരാംകോയും അതുപോലെ ഓയിൽ ഷിപ്പൊക്കെ ആക്രമിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് തീരുമാനം എടുക്കാനുള്ള ആളില്ല, ആയത്തുള്ളയില്ലല്ലോ. അപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാണ് അബ്ബാസ് അറാക്ചി പറയുന്നത്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തന്ത്രപരമായൊരു ഒഴിഞ്ഞുമാറലാണത്. ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം ലീഡർ ഇല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, ഞങ്ങൾക്ക് അറിയില്ല, ഇത് ആരാ ചെയ്തെന്ന് അറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, IRGC പോലെ ഒരു എലീറ്റ് സേനയ്ക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനും പറ്റുമെന്നുള്ളതാണ്. അത് മറ്റാരും അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ അത്ര സങ്കീർണമായ ഘടനയുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനെ വധിച്ച് അവിടെ നിങ്ങൾ നാളെ ഇറങ്ങിയിട്ട് പാരാമിലിറ്ററി ഫോഴ്സും IRGCയും എല്ലാവരും പോയി നിങ്ങൾ ഭരണം മാറ്റൂ, ഭരണം പിടിക്കൂ എന്ന് ആഹ്വാനം ചെയ്യാണ് ട്രംപിൻ്റെ ആഹ്വാനം ഏറ്റവും വലിയ ആളുകൾ ചിരി ഉണർത്തുന്ന കാര്യം. ട്രംപ് ആരോടാണിത് പറയുന്നത്? ഏതാനും മാസം മുമ്പ് ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തിയ അതേ മിലീഷ്യയോടാണ് ട്രംപ് അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ സുപ്രീം ലീഡറെ കൊന്നിരിക്കുന്നു, നിങ്ങൾ ഭരണം പിടിച്ച് അധികാരത്തിൽ കയറും എന്ന് പറയുന്നത്. അതായത് ആ പറയുന്നതിൻ്റെ ലോജിക്ക് ഉണ്ടല്ലോ, ആ ലോജിക്ക് പോലില്ല. ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണ്? അമേരിക്കൻ മറീൻസ് ഇറാനിലിറങ്ങി, നമ്മൾ ഇറാഖിലും അഫ്ഗാനിലും ലിബിയയിലുമൊക്കെ കണ്ടതുപോലെ അവരെ ഇറങ്ങിയിട്ട് ഭരണം പിടിക്കുക. അത് അവരെ സംബന്ധിച്ച് അസാധ്യമാണ്. കാരണം ഇറാഖോ ലിബിയയോ ലെബനോനോ ഒന്നുമല്ല ഇറാൻ. അത് അമേരിക്ക നന്നായിട്ട് അറിയാം, ട്രംപിനും അറിയാം. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താൽക്കാലികമായ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ അതൊരു വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്ന് ട്രംപ് ഉടൻ തന്നെ മനസ്സിലാകും എന്ന് കരുതി ഇത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു പരിക്കേൽപ്പിക്കില്ല എന്നല്ല. ഈ യുദ്ധത്തിൽ ഏറ്റവും പരിക്കേൽക്കുന്ന ഇറാൻ തന്നെയാണ്. ഇപ്പോൾ തന്നെ മരണസംഖ്യ എത്രയാണ്? 500 കടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രിയും നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിലുള്ള മിസൈൽ ബരാജുകൾ വരുന്നുണ്ട്. ഇന്നത് കുറവാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് അമേരിക്കയുടെ ബോംബിങ്ങിൽ അവരുടെ ലോഞ്ചിങ് സംവിധാനങ്ങൾ തകർന്നുകൊണ്ടാണോ, അവരുടെ മിസൈൽ ക്യാപ്പബിലിറ്റീസ് തകർക്കുന്നതുകൊണ്ടാണോ? അത് നമുക്കറിയില്ല. ഇത് എത്ര നാൾ നീളുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇത് ഒരാഴ്ച, 2 ആഴ്ച, 4 ആഴ്ച വരെ നീളാമെന്നല്ല ട്രംപ് പറയുന്നത്. ഈ 4 ആഴ്ച നീളുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഇറാൻ ഒരു മിസൈൽ അയക്കുമ്പോൾ അത് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 or 4 ഇൻ്റർസെപ്റ്റിംഗ് മിസൈൽസ് വേണം. അവരുടെ താഡോ അല്ലെങ്കിൽ പാട്രിയറ്റോ ഒക്കെ വേണം. ഇറാൻ്റെ ഒരു 5000 മിസൈൽ ഉണ്ടെന്ന് കരുതുക. ഇറാൻ്റെ മിസൈൽസ് ആയിരുന്നു ഇപ്പോൾ ഹ്രസ്വദൂര, മധ്യദൂര, ഇൻ്റർകോണ്ടിനെൻ്റലൊക്കെ ആയിട്ട് ഒരു 5000 മിസൈലുണ്ട്. ഈ 5000 മിസൈൽ 2500 മിസൈൽ അവർ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ഈ പറയുന്ന ഈ ഷീൽഡ് സംവിധാനങ്ങൾ, അത് അയൺ ഡോം ആവട്ടെ, മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങളാവട്ടെ, ഇത് ഉപയോഗിക്കാനുള്ള സ്റ്റോക്ക് പൈൽ വേണമല്ലോ. ഇവർക്ക് എത്ര നാൾ ഇത് നിർത്താൻ കഴിയും? ഇതൊരു 3 ആഴ്ചയിൽ കൂടുതലായി ഇറാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകണമെന്ന് കരുതുക. അത് അമേരിക്കയും ഇസ്രായേലും പ്രശ്നമാവും. അതിനു മുമ്പ് അത് തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പോൾ ട്രംപ് ചെന്നുപെട്ടിട്ടുള്ളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള വലിയ സൈനിക ശക്തി, ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിൽ സൗദി ഒരു വലിയ സൈനിക ശക്തിയാണ്. അവർ വളരെ മിതമായാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ UAEയോ ബഹ്റൈനോ ഖത്തറോ പ്രതികരിച്ചതുപോലെ അത്ര ശക്തമായ ഭാഷയല്ല സൗദി പ്രതികരിക്കുന്നത്. സൗദിക്ക് പോലും ഇതറിയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും, ഇറാൻ എന്തുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നു, അരാംകോ ആക്രമിക്കുന്നുവെന്നും, ഓയിൽ കപ്പൽ മുക്കുന്നുവെന്നും, UAE ആക്രമിക്കുന്നുവെന്നും സൗദിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റുപ്പിഡിറ്റി എത്ര നാൾ നീളുമെന്നേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ട്രംപിന് അസാധ്യമാണ്. ഇസ്രായേലിന് ആ താല്പര്യം ഉണ്ടാകും. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോയാൽ അവർക്കും പ്രശ്നം, ഇസ്രായേലിന് ഉൾപ്പെടെ പ്രശ്നമായി മാറുന്ന ഒരു യുദ്ധമാവും ഇത്.
യെസ്. അപ്പം ഇറാനെ സമ്പൂർണ്ണമായും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിളായ സംഗതിയല്ല എന്നുകൊണ്ട് തന്നെ യുദ്ധം ഒരു പക്ഷേ നീണ്ടേക്കാം. നീണ്ടാൽ അത് ഈ റീജിയനെ ആകമാനം രാഷ്ട്രീയമായും സാമ്പത്തികമായും പിടിച്ചുലയ്ക്കും എന്ന ഭയപ്പാടാണ് ബാക്കി.